തിരക്കഥയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ട്. സംഗതി മറ്റൊന്നുമല്ല, കോവിഡ് കാലത്ത് ഒരു ആവേശം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ്. അത് പിന്നെ ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പോഴും നമ്മളൊരു ആക്ടിവിറ്റിയും ചെയ്യാത്ത പഴയ വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ കൂടുന്നുണ്ട്, ചെറിയൊരളവിലാണെങ്കിലും. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ചും പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കും. അത് ഞാൻ തന്നെ മറന്നു പോകാതിരിക്കാനായിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് ആർക്കൈവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉദ്ദേശം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. അല്ലാതെ ആരെയും ഒന്നും പഠിപ്പിക്കാനും മാത്രമൊന്നും ഒരു മാസ്റ്ററോ ഒന്നുമല്ല ഞാൻ. ജസ്റ്റ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അതായത് എല്ലാവരും റീൽസ്, ഷോർട്സ് ഇതൊക്കെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. കോമൺ പബ്ലിക് ഉൾപ്പെടെ മൊബൈലിലും അല്ലാതെയൊക്കെ. അപ്പോൾ എങ്ങനെ ഒരു റീല് അല്ലെങ്കിൽ ഒരു ഷോർട്ടൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളൊരു ചിന്ത കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ തപ്പിപ്പോൾ അതിനെപ്പറ്റി ആരും വേണ്ടത്ര ഒരു സ്റ്റഡി ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ആർട്ട് ഫിലിം മേക്കറാണ്. ഇപ്പം എൻ്റെ മേഖലയിൽ തന്നെ എനിക്ക് ഈ ധാരാളം റീലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലയൻസൊക്കെ പഴയമാതിരി ഒരു കൺവെൻഷണൽ ആർട്സ് അല്ല ഇപ്പോൾ ചോദിക്കണേ, റീലുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് പഠിക്കാം. അങ്ങനെ ആ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ ബ്ലാങ്കാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അത്രമാത്രമേ ഉള്ളൂ. വേറെ ആരെയും പഠിപ്പിക്കാനോ പരിപാടികൾക്കോ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ഹൗ ക്യാൻ വി മേക്ക് ഇൻട്രസ്റ്റിംഗ് റീൽസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ തരുന്ന മറുപടി ഇതാണ്: ടു ക്രിയേറ്റ് കമ്പല്ലിംഗ് ഇൻസ്റ്റഗ്രാം റീൽസ്, ഫോക്കസ് ഓൺ ഡെലിവറിംഗ് valuable and engaging content that keep viewers hooked from the start. Use a hook, a catchy song or a question to grab attention quickly and then tell a story. Showcase creativity and potentially capitalize on current trends. അപ്പോൾ ഗൂഗിൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഫോക്കസ് ഓൺ ഡെലിവറിംഗ് വാല്യൂബിൾ ആൻഡ് എൻഗേജിങ് കണ്ടന്റ് ദാറ്റ് കീപ് വ്യൂവേഴ്സ് ഹൂക്ക്ഡ് ഫ്രം ദ സ്റ്റാർട്ട്. അതായത് നമ്മളൊരു റീലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഹുക്ക്, ആൾക്കാരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹുക്ക് നമ്മളതിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരിത് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ കണ്ടൊരു വെബ് സീരീസാണ്. നിങ്ങളും അതൊക്കെ ആ വെബ് സീരീസ് കണ്ടിട്ടുണ്ടാവും. ഒതളങ്ങിയ തുരുത്തുന്നാണ് ആ വെബ് സീരീസിൻ്റെ പേര്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോന്നിയൊരു കാര്യം, ആ വെബ് സീരീസിൻ്റെ ആരംഭത്തിൽ അതിലെ ഒരു ക്യാരക്ടർ തൻ്റെ കാമുകിക്ക് പ്രണയലേഖനം കൊടുക്കാനായിട്ട് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ ബൈക്കിൻ്റെ പൗച്ചിലാണ് വെച്ചേക്കണേ. അങ്ങനെ ഇയാൾ കാമുകിയുടെ അടുത്ത് തന്നു. ഈ ബൈക്കിൻ്റെ പൗച്ചിൽ നിന്ന് പ്രണയലേഖനം എടുത്ത് കാമുകിക്ക് നീട്ടുമ്പോഴാണ് അതൊരു പൈൻ്റ് കുപ്പിയാണ്, മദ്യം. അപ്പോൾ അത് ഇയാൾ രണ്ടും ബൈക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ ശരിക്കും പൊട്ടിച്ചിരിച്ചു. ശരിക്കും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആ വെബ് സീരീസ് പിന്നീട് പലപ്പോഴും ഞാൻ തുടർന്ന് കാണാൻ കാരണം ഈ ഒരു ഹുക്കാണ്, ആ ഒരു ഹ്യൂമർ എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളോട് ഒരു താല്പര്യം ഉണ്ടായി, നമ്മൾ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാനും നമ്മുടെ ശ്രീനേട്ടനും തമ്മിൽ പല സ്ക്രിപ്റ്റ് ഡിസ്കഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനേട്ടൻ എപ്പോഴും പരതുന്ന ഒരു കാര്യം, കഥയുടെ തുടക്കത്തിൽ ആൾക്കാരെ നമുക്ക് ഹുക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടാനുള്ളൊരു എലമെൻ്റ് വേണം.
പുള്ളി അതിന്റെ ഭയങ്കര സെർച്ചിലായിരിക്കും. അതിന്റെ വിവിധ പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് ധാരാളം ഡിസ്കഷൻസ് നടക്കും. ഓക്കെ, എനിവേ അതാണ് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നീടൊരു ഒരു നരേറ്റീവ്, ഒരു സ്റ്റോറിയുടെ ഒരു നരേഷൻ, അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഉള്ളൊരു പോർഷൻ അതിൽ വേണമെന്നുള്ളത്. പിന്നെ ഫൈനലി അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്, അതായത് ആൾക്കാരെ വിചാരിക്കാത്ത ഒരു കാര്യത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളോട് റഫ്ലി എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ക്യാപിറ്റലൈസ് ഓൺ കറന്റ് ട്രെൻഡ്സ്, അതായത് കണ്ടംപററി ആയിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സ് നമ്മളതിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൻ്റെ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടതൊരു കണ്ടന്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്ന എലമെന്റ് ഹുക്ക് ചെയ്യുക, ഓഡിയൻസിനെ നമ്മൾ തുടക്കം തന്നെ ഹുക്ക് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, നമ്മൾ അതിൻ്റെ പറഞ്ഞ സെക്കൻഡ് പോർഷൻ. അപ്പോൾ ആൾക്കാരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു നരേറ്റീവിൽ നമ്മൾ പിടിച്ചിരുത്തണം. ഇപ്പോൾ കരിക്കിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. അവരുടെ നരേറ്റീവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, രസകരമായ സംഭവങ്ങളിൽ കൂടെയാണ് അവരുടെ നരേറ്റീവ് പോണേ. അപ്പോൾ അങ്ങനത്തെ ഒരു നരേറ്റീവ് നമുക്ക് വേണം. നമ്മൾ ആൾക്കാരെ ഹുക്ക് ചെയ്തു, പിന്നീട് അത് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർക്കൊരു എന്തെങ്കിലും ഒരു സംഭവം അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം, അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം, എന്നാലാണ് അവരതിൽ ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തത് വരുന്ന വാല്യൂ വേണം. വാല്യൂ ഇൻ ദ സെൻസ്, നമ്മൾ ഈ റീല് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൽ നിന്ന് ഓഡിയൻസിന് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്ഫുൾ ആയിരിക്കണം. ഇൻ ദ സെൻസ് ചിലപ്പോൾ അതൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, പോസിറ്റീവ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു സംഭവം. പിന്നെ അത് ഇൻഫോർമേറ്റീവ് ആകാം, എന്തെങ്കിലും പുതിയ അറിവുകൾ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാകാം. അതല്ലെങ്കിൽ അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാല്യൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓഡിയൻസിന് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടി. അപ്പോൾ മനോഹരമായൊരു ഡാൻസിൻ്റെ ഒരു റീല് കണ്ടു, അവർ എൻ്റർടൈൻഡായി. ഇനിയിപ്പോൾ ഒരു ഹ്യൂമറസ് ഒരു പ്രോഗ്രാം കണ്ടു, അവർ എൻ്റർടൈൻഡായി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു മോട്ടിവേഷണൽ ഒരു സംഭവമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡെസ്പടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു ഇത് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ തോട്ടൊക്കെ ലൈഫൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അവർക്ക് കിട്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് ഓഡിയൻസിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം. ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ആരും സമയം ചെലവാക്കില്ലല്ലോ. പിന്നെ അടുത്തൊരു എലമെന്റ് പറയുന്നത് ട്രെൻഡ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണ്ടംപററി ആയിട്ടുള്ള ട്രെൻഡ്സ് ബേസ് ചെയ്തിട്ട് വേണം. അതിന് നമുക്ക് ഒബ്സർവേഷൻ വേണം. നിങ്ങളിപ്പോൾ കറണ്ടായിട്ട് പോകുന്ന റീൽസ്, ഇപ്പം നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ട്രെൻഡ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിണ്ടാവും. ഇങ്ങനെയുള്ള റീലുകളൊക്കെയാണ് പ്രേക്ഷകനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ പുതിയ വേർഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വേണ്ട കാര്യമാണ് ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സൗണ്ട് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റീല് കണ്ടു, ആ റീല് നമ്മൾ ജസ്റ്റ് കോപ്പി അടിച്ച് വേറെ രീതിയിലാക്കി ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റൈല് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അതല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒറിജിനാലിറ്റി. ഇപ്പോൾ ഞങ്ങളൊരു റീല് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മളുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ്. ബ്ലൂ ലയൺ ഇൻറ്റീരിയേഴ്സ്, അവരൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയാണ്. ഒട്ടും നിലവിലുള്ള ആളുകൾ ചെയ്തു നോക്കാത്ത ഒരു പരീക്ഷണം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഓഡിയൻസ് സ്വീകരിക്കും. പക്ഷെ നമുക്ക് ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ നമ്മളുടെ കറണ്ട് റീഡിംഗ് ഒക്കെ വെച്ചിട്ട് അത് സ്വീകരിക്കുന്നു വിചാരിക്കുന്നു. ഭയങ്കര എക്സ്പീരിമെൻറ്റിലാണ്. എന്ന് വെച്ചിട്ട് ഒരു ബിഗ് സംഭവം ഒന്നല്ല കേട്ടോ, ചെറിയൊരു സംഭവമാണ്. പക്ഷെ അത് ഒരു കാര്യം ഒന്ന് പരീക്ഷിക്കുകയാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ ആ ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും.
എന്താ വെച്ചിട്ട് ഒരുപാട് കാശ് മുടക്കുള്ള പരീക്ഷണങ്ങൾക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. ഞങ്ങളൊക്കെ ഇത് വളരെ പരിമിതമായിട്ട് ചെറിയ രീതിയിൽ ഒരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. മിക്കവാറും അടുത്ത ആഴ്ച അത് സംഭവിക്കും എന്നുള്ളതാണ് വിചാരിക്കണേ. അപ്പോൾ അത് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ഞാനിടാം. പിന്നെ അടുത്തൊരു കാര്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ റീൽസൊക്കെ ചെയ്ത് ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഈ റീലുകൾ റിലീസ് ചെയ്യുന്നതിന് ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരു റീല് അല്ലെങ്കിൽ മാസത്തിലൊരു റീല്. അപ്പോൾ അതങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാലാണ് ഈ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ ആൽഗോരിതംസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കാം. ഷോർട്സും റീലൊക്കെ വേർട്ടിക്കൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാണ് നല്ലത്. അതാണ് അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത്. FBയും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് ഒരു ബെറ്റർ മൊബൈൽ വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഓൾവേസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല ക്യാമറ ഉപയോഗിക്കുക, നന്നായിട്ട് എഡിറ്റ് ചെയ്യുക, ടെക്സ്റ്റ് കണ്ടൻറ്റ് ആഡ് ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും നല്ല മ്യൂസിക് കൊടുക്കുക. ആ മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റയിലും FBയിലും ഒക്കെ നമുക്ക് വേറെ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഇല്ല, അങ്ങനെ കുറവാണ് നമ്മൾ റീൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവിടെ ഉണ്ട്. നിങ്ങൾ വേറെ ആളുകളുടെ മ്യൂസിക്കോ അല്ലെങ്കിൽ സൗണ്ട് ട്രാക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ട്രൈക്ക് വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അതിഗംഭീരമായ റീലുകളും ഷോർട്സും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. പുതിയ കുറച്ച് അറിവുകളുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.